ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലനെ നായകനാക്കിക്കൊണ്ടെടുത്ത പുതിയൊരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ഈ പറയുന്ന ആലപ്പുഴ ജിംഖാന. എന്തൊക്കെയാണെങ്കിലും ബോക്സിങ്ങിന്റെ കഥാപശ്ചാത്തലത്തിൽ വരുന്ന സിനിമ ഒരുപാട് ജനങ്ങളാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബുക്കിംഗ് ഒക്കെ ആയിട്ട് സിനിമാ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പേര് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 100 കോടി ക്ലബ്ബ് നമ്മൾ പ്രേമലുവിന് ശേഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം കൂടിയാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാന. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ചിത്രത്തെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാടധികം യുവതാരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഖാലിദ് റഹ്മാൻ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എത്ര രൂപയായിരിക്കും തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടം കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അനഘമായ രവി. അനഘമായ രവി 10 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് നന്ദ നിഷാന്ത്. പുള്ളിക്കാരത്തി ഏകദേശം 5 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് നൊയില ഫ്രാൻസി. 8 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ആലപ്പുഴ ജിംഖാനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി ശിവ ഹരിഹരൻ. 10 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ആലപ്പുഴ ജിംഖാനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ഷോൺ ജോയ്. ഏകദേശം 8 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ഫ്രാങ്കോ ഫ്രാൻസിസ് ഏകദേശം 8 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സന്ദീപ് പ്രദീപ് 8 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ഗണപതി. ഏകദേശം 20 ലക്ഷം രൂപയാണ് ദീപക് പണിക്കർ എന്ന് പറയുന്ന തന്റെ വേഷം ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ബേബി ജീൻ. ഡേവിഡ് ജോൺ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയാണ് ആലപ്പുഴ ജിംഖാനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ലുക്മാൻ അവറാൻ ആന്റണി ജോഷുവ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിംഗ് കോച്ചിന്റെ വേഷം അവതരിപ്പിക്കാനായിട്ട് 25 ലക്ഷം രൂപയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി സിനിമയിൽ നായക കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന പ്രേമലുവിന് ശേഷം പുതിയൊരു 100 കോടി ക്ലബ്ബ് കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം യങ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നസ്ലൻ ജോജോ ജോൺസൺ എന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് അസ്ലൻ ഏകദേശം 40 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ തന്റെ പ്രതിഫലമായിട്ട് എത്ര രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ ഓൺലൈൻ റെക്കോർഡുകളിൽ വരുന്ന ഒരു എമൗണ്ടിന്റെ കണക്കുകളാണ് നിങ്ങളിലേക്ക് പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമാ തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ നേടിക്കൊണ്ട് ആലപ്പുഴ ജിംഖാന ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു സിനിമ കണ്ടപ്പോൾ വളരെ നല്ലൊരു പടമായിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥാപശ്ചാത്തലവും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുമുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ആലപ്പുഴ ജിംഖാന ഒരു പ്രേമലുവിന് ശേഷം നസ്ലന്റെ ജീവിതത്തിലും ഒരു 100 കോടി ക്ലബ്ബ് സിനിമയായിട്ട് മാറട്ടെ അതെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാനായിട്ട് ശ്രമിക്കുക. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്